ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷം കാണാം. നിങ്ങളെപ്പോഴും കുക്കിങ്ങും കാര്യങ്ങളും എൻ്റെ കിച്ചണും എന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒന്ന് പുറത്ത് പോകാം കേട്ടോ. പുറത്തെന്ന് പറഞ്ഞാൽ ഋഷിക്കൂട്ടിൻ്റെ ഓണം സെലിബ്രേഷനുള്ള ഡ്രസ്സ് എടുക്കണം. അതാണ് മെയിൻ. അപ്പം ട്രഡീഷണൽ വിയറാണ്. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് ധന്യ സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറണം എന്നുണ്ട്. സമയം അനുസരിച്ച് കയറാം. കാര്യം ഇതിപ്പോൾ വൈകിട്ട് 5:30 ആയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പം ഞാനും മോനും അച്ഛനും കൂടെയാണ് പോകുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓണം അടുപ്പിച്ചൊക്കെ നമ്മുടെ കല്ലമ്പലത്ത് അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. നല്ലതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഈവനിങ് ടൈമിൽ ഒട്ടും എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. കാർ പാർക്കിംഗ് ഒക്കെ വലിയ പാടാണ്. 2 വീലറായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഞാനിപ്പോൾ 2 വീലറിൽ അങ്ങനെ പോക്കില്ലാത്തത് കൊണ്ട് നമ്മൾ കാർ എടുത്ത കേട്ടോ. ഇനി എവിടെ പാർക്കിംഗ് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ട്രെൻഡ്സിൽ കയറാമെന്ന് കരുതിയിട്ട് ആദ്യം ട്രെൻഡ്സിലോട്ട് അവിടെ ആകുമ്പോൾ പാർക്കിങ്ങും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോവുകയാണേ. ഇവിടെ ഫുള്ള് മൈക്കും ബഹളവും ഒക്കെ ആയിട്ട് ചെവി തല കേൾക്കാൻ വയ്യേ, അത്രയ്ക്ക് തിരക്കുണ്ട് കേട്ടോ കല്ലമ്പലത്തൊക്കെ. കിട്ടുമോ? സത്യം പറഞ്ഞാൽ കയറിയ 2 കടയിൽ നിന്നും നമുക്കൊന്നും കിട്ടിയില്ല കേട്ടോ. എല്ലാം കഴിഞ്ഞു. ട്രെൻഡ്സിലൊന്നും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി മേടിക്കാനായിട്ട്. ഇപ്പോൾ 2 ദിവസം ഗ്യാപ്പുള്ളപ്പോഴാണ് പോയത് കേട്ടോ. പിന്നെ ഏതോ ഒരു കടയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവിടെ കയറി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല അന്ന് കരുതിയിട്ട് ഒരെണ്ണം അങ്ങ് എടുത്ത കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും നേരത്തെ കൂട്ടി ഒന്ന് ഷോപ്പ് ചെയ്തെന്ന് തോന്നുന്നു, ഓണം സെലിബ്രേഷനൊക്കെ ആയിട്ടേ. അപ്പം അതെടുത്തു. കടയിൽ കയറി കുറച്ച് സാധനം മേടിച്ചു. പക്ഷേ ധന്യയിൽ നമ്മൾ കയറിയില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ കയറിയില്ല. ലേറ്റ് ആയതുകൊണ്ട് നാളെ സാവധാനം വരാമെന്ന് കരുതി. കാര്യം വരുന്ന വഴിക്ക് അവിടെ നോക്കിയപ്പോൾ ഒത്തിരിയും കാറും ആൾക്കാരെയൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര തിരക്കാന്ന് കരുതിയിട്ട് ഞങ്ങൾ കയറിയില്ല. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ വയലിൽ കൂടെ വന്നേ. 2 വഴിയുണ്ട്. അതിൽ മാവിൻമൂട് വഴി വയലുവാരം വന്നു. എന്തിനെന്നറിയാവോ? ഇവൻ ഈ തുമ്പിയെ പിടിക്കാനായിട്ട്. എൻ്റെ കൊച്ചിന് ഈ തുമ്പി, ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ പിടിക്കുക, കൊണ്ടുവന്ന് റൂമിൻ്റെ അകത്ത് ഇടുക, പറത്തുക, കൊല്ലുക, അതൊക്കെയാണ് അവൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞു. അങ്ങനെ അവനുള്ള തുമ്പീനെ പിടിച്ചു. അന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. ഇത് തൊട്ടടുത്ത ദിവസം നമ്മൾ ധന്യ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഒരു വ്ളോഗ് ആക്കാമെന്ന് കരുതി. പോകുന്ന വഴിക്ക് ഋഷിക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്ക് അവൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അവൻ ലഞ്ചും കഴിച്ചിട്ടിരിക്കുമായിരുന്നേ. അപ്പം അവനെയും പിക്ക് ചെയ്തിട്ട് നമ്മളിനി ധന്യ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണേ. അതായത് നമുക്കിപ്പോൾ മാവിൻമൂട് ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണേ. അത്യാവശ്യം എന്തോ ഓഫറുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ഒരു മണിക്കൂർ ഇടവിട്ടൊക്കെ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വരാം. സത്യം പറഞ്ഞാൽ എനിക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട. എനിക്ക് ഈ സോപ്പ്, നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ്, കുളിക്കുന്ന സോപ്പ്, പിന്നെ വേറെ ഒരു 2 മസാല, അങ്ങനെ എന്തൊക്കെയോ മതിയായിരുന്നു. അപ്പം ഞാൻ കരുതി എങ്ങനെ പോയാലും ഒരു 1000 അല്ലേ, 500-1000 കഴിക്കാനുള്ള എന്തെങ്കിലും ബേക്കറി ഇങ്ങനെ എടുക്കുവാണെങ്കിൽ 1000 ഒക്കെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഈ കടയിലേക്ക് വന്നത്. പക്ഷേ നിങ്ങൾക്കറിയാമോ, എൻ്റെ കയ്യിൽ 3000 സംതിങ് അങ്ങ് ചിലവായി. അത് ഏത് വഴിയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. എന്തൊക്കെയോ മേടിച്ചു, കുറച്ചധികം കാശും ചിലവായി. ഇനി പറഞ്ഞിട്ട് കഥയില്ലല്ലോ. അപ്പം ഏത് ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ പോവുകയാണെങ്കിലും ഋഷിക്കുട്ടൻ ഈ വണ്ടിയും തള്ളിക്കൊണ്ടങ്ങ് നടക്കും കേട്ടോ. പിന്നെ അവന് ഈ സാധനം പറക്കിയിടാൻ നേരത്ത് തിരക്കിയാൽ മതി. ഇങ്ങനെ കറങ്ങി അവിടെയൊക്കെ തന്നെ കാണും. പിന്നെ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അച്ഛൻ നോക്കിക്കോളും. കുറച്ച് സാധനങ്ങൾ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലെത്തി കേട്ടോ. പിന്നെ ബാക്കിയുള്ള വിശേഷം പിറ്റേന്നത്തെയാണേ. ഇത് ഋഷിക്കുട്ടൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനാണ്. അപ്പം ഋഷി എന്നെ ഇവിടെ റെഡിയാക്കി ഇരുത്തിയേക്കാണ്. അപ്പം ഞാൻ റെഡിയായി. കാര്യം എന്ന് വെച്ചാൽ രാവിലെ അവർക്ക് വാനില്ല, അപ്പം ഞാൻ കൊണ്ടാക്കണം. അപ്പം ഞാനും രാവിലെ ചെയ്ത് റെഡിയായി ആളെ കൊണ്ടാക്കാം. തിരിച്ച് ബസ്സിലിങ്ങ് വരും. അപ്പം നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ചേച്ചി വരും. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് അവിടെ അത്തൊക്കെ ടീച്ചർമാരിട്ടാണ്. സ്കൂളിലെ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പഴയ പോലെ അല്ലല്ലോ, എല്ലാം നമുക്കങ്ങനെ കവർ ചെയ്തുകൂടാ. ആരെയും എന്താ പറയുക, ആരെയും ഫോട്ടോയും ഒന്നും അവരുടെ ഒരു ഇതില്ലാതെ നമുക്ക് എടുത്തുകൂടാ. അപ്പം നമുക്ക് നോക്കാം, പോയിട്ട് വരാം. ഞാൻ ഋഷിയെ കാണിച്ചു തരാവേ. ഓണം സെലിബ്രേഷനുള്ള ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ തൊട്ട് ഞാൻ പിറകെ നടക്കുകയാണ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ നിൽക്കത്തുമില്ല. എന്നാൽ വിളിക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ദിശയിലോട്ടൊക്കെ ആയിരിക്കും അവൻ നിൽക്കുന്നത്. നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഒരു ഫോട്ടോയും കിട്ടില്ല, ഒരു വീഡിയോയും കിട്ടത്തില്ല കേട്ടോ.
അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഋഷിക്കുട്ടനെ കൊണ്ടാക്കാനെന്ന് ഋഷിക്കുട്ടൻ്റെ മമ്മ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനും ചേച്ചിയും ഋഷിയും കൂടെ പോവാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് വേണേൽ സ്കൂട്ടി കൊണ്ടാക്കാമായിരുന്നു, എനിക്ക് പോകണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവരുടെ അത്തം കാണാം, അവരെ വേറെ കൊച്ചുങ്ങളൊക്കെ ഒരുങ്ങി നിൽക്കുന്നതാണ്. പെൺപിള്ളേരൊക്കെ പട്ടുപാവാട ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പോയത്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ഒരുപാട് നാളായി, അപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണാമല്ലോ. അങ്ങനെയാണ് ഞാനും കൂടെ മെയിനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഋഷിയെ കൊണ്ടാക്കിയിട്ട് ഞാനും ചേച്ചിയും കൂടെ ഒരു മസാല ദോശ കഴിക്കാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ ശരവണ ഭവൻ അങ്ങനെ എന്തോ ആണ് പേര്, പാലച്ചിറ എത്തണ്ട അതിന് മുന്നേ. അപ്പം അവിടെ കയറിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ മസാല ദോശ ഓർഡർ ചെയ്തു. ഒരു ചായയൊക്കെ ആയിട്ട് വട മേടിച്ചില്ല കേട്ടോ. വട രാവിലെ കഴിക്കുമ്പോൾ ഒരുമാതിരി ഗ്യാസ് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് വട നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. മസാല ദോശ കൊള്ളാം, കുഴപ്പമില്ല. മുന്നേ ഇവിടെ കയറി കഴിച്ചിട്ടുണ്ട്, ഓക്കെയാണ്. നമ്മുടെ വർക്കല ഉണ്ടല്ലോ, അതായത് ബീച്ചിലോട്ട് പോകുന്ന ആ ഒരു റോഡ്, ബീച്ച് റോഡാണെന്ന് തോന്നുന്നു. അവിടെയാണ് ഈ ആര്യാസ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കത് കൺഫേം അല്ല. എനിക്ക് തോന്നുന്നു, ഞാൻ പേര് മറന്നുപോയി, ഓർക്കുന്നില്ല. ആ കടയിൽ നമ്മളിങ്ങനെ രാവിലെ വർക്കല ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാറുണ്ട്. അവിടെയെന്ന് പറഞ്ഞാൽ ഈ ദോശയുടെ ഒരുപാട് വെറൈറ്റികളുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഈ മസാല ദോശ, പൂരി, ഇഡ്ഡലി അങ്ങനെയൊക്കെ ഉള്ളൂ. അവിടെ ആകുമ്പോൾ ഈ ദോശയ്ക്കകത്ത് വരുന്ന ഫില്ലിങ് ഇങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പം അങ്ങനെ പനീറിൻ്റെ ഉണ്ട്, ഇതുപോലെ മസാല ദോശ, പിന്നെ മഷ്റൂം, അങ്ങനെ പല ഒരുപാട് കോമ്പിനേഷൻസ് വരുന്ന ദോശ വെറൈറ്റികൾ അവിടെ കിട്ടും കേട്ടോ. അപ്പം ഞാൻ അവിടെ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് സാധാരണ അവിടെയാണ് കയറി കഴിക്കാറ്. പനീറിൻ്റെ ദോശയൊക്കെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി പനീർ കാണും കേട്ടോ. അതിനകത്ത് റേറ്റ് വ്യത്യാസമുണ്ട്, എന്നാലും നമുക്ക് പനീറൊക്കെ അത്യാവശ്യം പ്രോട്ടീനൊക്കെ ഉള്ളതല്ലേ, ഇടയ്ക്കൊക്കെ കഴിക്കാം. അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ അത് ഭയങ്കര ടേസ്റ്റുമാണ്. മസാല ദോശ ഒന്ന് വിട്ട് മാറി നിൽക്കും, എന്നും മസാല ദോശയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു വെറൈറ്റി പിടിക്കുമ്പോൾ അതൊരു ടേസ്റ്റുമാണ്, റേറ്റും ഉണ്ട്, എന്നാലും കൊള്ളാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങ് വരെ പോകാൻ വയ്യാത്തത് കൊണ്ടാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു, ഇവിടെ കയറി മസാല ദോശ കഴിക്കാമെന്ന് കരുതിയത്. എനിക്ക് ഈ മസാല ദോശ, ഇഡ്ഡലി അങ്ങനെ അതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. പിന്നെ വല്ലപ്പോഴും ഒന്ന് പുറത്ത് പോകണ്ടേ, എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കഴിക്കണ്ടേ എന്ന് വെച്ചിട്ട് ഇന്നിപ്പം അവൾക്കും സമയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രണ്ടുപേരും കൂടെ ഇറങ്ങിയത് കേട്ടോ, കഴിക്കാമെന്ന് കരുതിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, ഋഷിയെ കൊണ്ടാക്കുക, തിരിച്ച് വീട്ടിൽ വരും, അത്ര ഉണ്ടായിരുന്നുള്ളേ. പിന്നെ എന്തായാലും റെഡി ആയിട്ട് നിൽക്കുകയല്ലേ, അപ്പം അവളും ഫ്രീ ആയിരുന്നു. ഫ്രീ അല്ല, വീട്ടിൽ ചെന്നിട്ട് പണിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ദോശ കഴിച്ചതേ. അപ്പോൾ നമ്മൾ ഋഷിക്കുട്ടിനെ സ്കൂളിൽ കൊണ്ടാക്കി ഒരു അടിപൊളി എന്താ പറയുക മസാല ദോശയൊക്കെ കഴിച്ചു. അപ്പോൾ ചേച്ചി എന്നെയും ഉണ്ടാക്കി തന്നു കേട്ടോ. തലേ ദിവസത്തെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ ചോറ് വയ്ക്കണം. ഋഷിക്കുട്ടന് സ്കൂളിൽ നിന്ന് സദ്യയുണ്ട്, കഴിക്കുന്നുണ്ടോ കഴിക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ തിരിച്ചവൻ ബസ്സിൽ വരുന്നുണ്ട്, ഇനിയിപ്പോൾ വിളിക്കാനൊന്നും പോകണ്ട. പിന്നെ ഇത് കണ്ടോ, ഈ ചോക്ലേറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ധന്യയിൽ പോയി, അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ റിലേറ്റീവ് ചേച്ചിയോടെ ഉണ്ട്. അപ്പോൾ ചേച്ചി മേടിച്ചിരുന്നതാണേ. ഋഷിക്കുട്ടൻ്റെ നാം കഴിച്ചത് എൻ്റെയാണ്, പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ പകുതി വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ തമ്മിലുള്ള കരാറ്. അപ്പം നമ്മുടെ വ്ളോഗിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഒന്ന് ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത ബുക്കിങ്ങിന് കയറുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ശരി, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ചേട്ടായി.